ഇന്ത്യയെ കുഴപ്പത്തിലാക്കി വീണ്ടും വിഷം വമിപ്പിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുമായി അമേരിക്ക വീണ്ടും തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനാൽ യുദ്ധം കൂടുതൽ നീണ്ടുപോവുകയാണെന്നാണ് ട്രംപ് ഭരണകൂടം വ്യാഴാഴ്ച പറഞ്ഞത്. ഇതോടൊപ്പം തീരുവകളും കർശന ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ന്യായവാദം അമേരിക്കൻ മാധ്യമങ്ങൾ നിരസിക്കുകയാണ് ചെയ്തത്. ചൈനയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അതേ ന്യായവാദം ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണല്ലോ എന്നുള്ള ചോദ്യമാണ് വന്നത്. എന്തായാലും ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ആവശ്യമാണെന്നത് അസംബന്ധമാണെന്നാണ് പീറ്റർ നവാരോ പറഞ്ഞത്. ഇന്ത്യൻ റിഫൈനറികൾ ലാഭം കൊയ്യുകയാണ്. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ശിക്ഷയായി ഇന്ത്യക്ക് ഇരട്ടി തീരുവ ചുമത്താനുള്ള ഓഗസ്റ്റ് 27 സമയപരിധി ഡൊണാൾഡ് ട്രംപ് നീട്ടില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇനി 6 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. യുക്രൈനിലെ അതിരൂക്ഷമായ സംഘർഷത്തിൽ ഇന്ത്യ അതിൻ്റെ പങ്ക് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു. ജിങ് പിങ്ങുമായുള്ള ഇന്ത്യയുടെ സൗഹൃദവും വളരുകയാണ് എന്നും അമേരിക്ക പറയുന്നു. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച നവാരോ പറഞ്ഞത്, സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെയാണ്. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. മോദി ഒരു മികച്ച നേതാവാണ്. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് കാണണം. ഈ യുദ്ധം നിർത്തുന്നതിന് പകരം ഇന്ത്യ അത് വർദ്ധിപ്പിക്കുകയാണെന്നാണ് നവാരോ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച നവാരോ, ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നു, ഇത് ശുദ്ധീകരിക്കുന്നു, അതിൽ നിന്നും ലാഭം കൊയ്യുന്നു. റഷ്യയ്ക്ക് ലഭിക്കുന്ന പണം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അത് യുക്രൈനിലെ ജനങ്ങളെ കൊല്ലുന്നു. തൽഫലമായി അമേരിക്കൻ നികുതിദായകർക്ക് കൂടുതൽ സൈനിക സഹായം നൽകേണ്ടി വരുന്നു. ഇത് ഭ്രാന്താണ്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് അത് സ്വീകരിക്കാൻ വ്യക്തമായി വിസമ്മതിച്ചു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യ അമേരിക്കൻ ഉപഭോക്താക്കളുടെ പണം ഉപയോഗിക്കുന്നുണ്ടെന്ന് നവാരോ ആരോപിക്കുന്നു. അദ്ദേഹം അതിനെ ശുദ്ധീകരണ ലാഭക്കൊള്ള പദ്ധതി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തായാലും വൈറ്റ് ഹൗസിൻ്റെ ഈ യുക്തി അമേരിക്കൻ മാധ്യമങ്ങളും വിദഗ്ധരും ചോദ്യം ചെയ്യുന്നുണ്ട്. ചൈനയുടെ വൻതോതിലുള്ള അസംസ്കൃത എണ്ണ വാങ്ങലിൽ അമേരിക്ക മൗനം പാലിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധരും പറയുന്നു. എന്നിരുന്നാലും ഇന്ത്യയേക്കാൾ പല മടങ്ങ് കൂടുതൽ അസംസ്കൃത എണ്ണ ചൈന റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. ആഗോള ക്രൂഡ് ഓയിൽ വില സന്തുലിതമായി നിലനിർത്താൻ മുമ്പ് അമേരിക്ക ഇന്ത്യയെ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങാൻ അനുവദിച്ചിരുന്നുവെന്നും വിമർശകർ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.